കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റി തിയറം പഠിച്ചു. ഇന്ന് നമുക്ക് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിക്കാം. ഇതിലെ കൺസെപ്റ്റ് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, ഈ ടേം കാണത്തുള്ളൂ നിങ്ങൾക്ക് അപരിചിതത്വം ഉള്ളത്. ഇപ്പോൾ സെൻട്രൽ ടെൻഡൻസി ആ വാക്കിൽ തന്നെ ഒരു അർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. സെൻട്രൽ ടെൻഡൻസി ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങളുടെ ക്ലാസ്സിനെ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു വിഷയം എന്താ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ബി സി ഫസ്റ്റ് ഇയർ ആണെന്നോ ബയോകെമിസ്ട്രി സ്റ്റുഡൻസ് ആണെന്നോ അല്ലെങ്കിൽ GCKയിലെ സ്റ്റുഡൻസ് ആണോ, അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു മെഷറബിൾ വാല്യൂവിൽ നിങ്ങളെ മൊത്തത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചോദിച്ചാൽ യു ക്യാൻ സേ, ഇപ്പോൾ നിങ്ങളുടെ മാർക്സ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ മാർക്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആ നിങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരുടെ ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് നമുക്ക് പറയാം. ആ പറയുന്ന ആവറേജ് വാല്യൂ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഗ്രൂപ്പിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആണ്. അത്തരത്തിലെ വാല്യൂവിനെയാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതിൻ്റെ ഡെഫിനേഷൻ നോക്ക്. വാല്യൂസ് ഓഫ് വേരിയബിൾസ്, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സം ടേംസ് റിലേറ്റഡ് ടു ബയോസ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചായിരുന്നു. അതിൽ വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഒരു സാമ്പിളിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ വേരി ചെയ്യുന്ന വാല്യൂസ് ഉള്ള സംഗതിയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റും വേരിയബിൾസും പഠിച്ച ഓർമ്മയില്ലേ? അപ്പോൾ വാല്യൂസ് ഓഫ് വേരിയബിൾസ് ടെൻഡ് ടു കോൺസെൻട്രേറ്റ് അറൌണ്ട് എ സെൻട്രൽ വാല്യൂ ഓഫ് ഒബ്സർവേഷൻ ഓഫ് എൻ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ കുറേ ഒബ്സർവേഷൻസ് കിട്ടും. ആ ഒബ്സർവേഷൻ എല്ലാം കൂടി ഒരു സെൻട്രൽ വാല്യൂയിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വെയിറ്റ്, ഹൈറ്റ്, മാർക്സ് ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബെൽ ഷേപ്ഡ് ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? തീരെ കുറവുള്ളത് ഒരുപാട് കൂടുതലുള്ളവരും എപ്പോഴും കുറവായിരിക്കും അല്ലേ ഒരു ക്ലാസ്സിൽ. പക്ഷേ ഒരു ഇടത്തരം നിൽക്കുന്നതാണ് എപ്പോഴും നടുക്കത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇടത്തരം ഉള്ള മാർക്സ് ഉള്ളവരായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഇടത്തരം വെയിറ്റ് ഉള്ളവരായിരിക്കും കൂടുതൽ, ഇടത്തരം ഹൈറ്റ് ഉള്ളവരായിരിക്കും കൂടുതൽ. വളരെ ഹൈറ്റ് കുറവും വളരെ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർ കുറവല്ലേ. അതിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമ്മൾ കുറേ ഒബ്സർവേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒബ്സർവേഷൻ എല്ലാം ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വാല്യൂ റെപ്രസെൻറ്റ്സ് ദ ഹോൾ ഡേറ്റ, അതായത് മൊത്തം പോപ്പുലേഷൻ്റെ ഡേറ്റയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ഈ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യൂവിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ എല്ലാവരുടെയും ഹൈറ്റ് എടുത്തിട്ട് ആ ഹൈറ്റിനെ നിങ്ങളുടെ നമ്പർ ഓഫ് പീപ്പിളിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആവറേജ്, ഇസ്ന്റ് ഇറ്റ്? ആ ആവറേജ് ഇപ്പോൾ ഒരു you imagine 160 centimeter. അപ്പോൾ people can say the average height of students of first BC is 160 centimeter എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മൊത്തം ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അതിനാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെഷറിനെയാണ് നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ദി മെഷർ ഡിവൈസ്ഡ് ടു കൺസിഡർ ദിസ് ടെൻഡൻസി ഈസ് നോൺ ആസ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ആ ടേം മാത്രമേ നിങ്ങൾക്ക് പുതുമയുള്ളൂ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതാണ് മീൻ, മീഡിയൻ, മോഡ് എല്ലാം ഈ സെൻട്രൽ ടെൻഡൻസിയുടെ കീഴിൽ വരുന്നതാണ്. നമ്മളതിൽ ഒരെണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ, അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീനിൽ ഇറ്റ് ഈസ് ദി സം ഓഫ് ഓൾ റിസൾട്ട്സ് ഇൻ എ സാമ്പിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻസ് ഇമാജിൻ ഹൈറ്റ് എക്സ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണെങ്കിൽ x1, x2, x3 അങ്ങനെ xn വരെ വാല്യൂസ് ഒബ്സർവ് ചെയ്തു നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് വാല്യൂസ് എന്ന് വിചാരിക്കുക. ഇഫ് x1, x2, x3 എക്സെട്ര xn ഈസ് ദി ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? n. അങ്ങനെയാണെങ്കിൽ അരിത്തമാറ്റിക് മീൻ x bar is equal to s by n, where s is x1 plus x2 plus x3 etc xn. അപ്പോൾ ഈ ടോട്ടലെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്മ എക്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സിഗ്മ എക്സ്. അപ്പോൾ സിഗ്മ എക്സ് ഇസ് ടോട്ടൽ വാല്യൂ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ വിച്ച് ഇസ് n. So x bar is equal to sigma x by n. Sigma x can also be represented as s, which is summation. ക്ലിയർ? ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഇത് തന്നെ നമുക്ക് യു ഇമാജിൻ, ഇപ്പോൾ ഇവിടെ ഓരോ വാല്യൂസേ ഉള്ളൂ. x1 ഒരു ടൈംസേ വന്നിട്ടുള്ളൂ, x2 ഒരു ടൈംസേ വരുന്നുള്ളൂ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേരുടെ മാർക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 92 ഉള്ള മാർക്സ് ഉള്ളവർ കുറേ പേര് കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ എല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചില ഒബ്സർവേഷൻസ് ഒന്നിൽ കൂടുതൽ ടൈംസ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസീസിൽ വന്നാൽ, ഒബ്സർവേഷൻസ് വന്നാൽ, if x has values x1 to x1, x2, x3 etc xn and frequency of each of these values, x1 ന്റെ ഫ്രീക്വൻസി f1, x2 f2 ടൈംസ് വന്നിട്ടുണ്ട്, x3 f3 ടൈംസ് വന്നിട്ടുണ്ട്, അങ്ങനെ xn fn ടൈപ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒബ്സർവേഷനിൽ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് x bar is equal to
f1 x1 plus f2 x2 plus f3 x3 അങ്ങനെ fn xn divided by total number of observation. അപ്പോൾ ഫ്രീക്വൻസി അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇപ്പോൾ x1 f ടൈംസ് വന്നിട്ടുണ്ട്, x2 f2 ടൈംസ് വന്നിട്ടുണ്ട്, x3 f3 ടൈംസ് വന്നിട്ടുണ്ട്, അങ്ങനെ xn fn ടൈംസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒബ്സർവേഷൻസ് കിട്ടത്തില്ലേ. അപ്പോൾ f1 പ്ലസ് f2 പ്ലസ് അങ്ങനെ fn. സോ വാട്ട് ഈസ് x ബാർ ഇൻ ദിസ് കേസ്? സിഗ്മ fx ഡിവൈഡ് ബൈ സിഗ്മ f. fx എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓഫ് x അല്ല, മാത്തമാറ്റിക്സിൽ അത് അപ്ലൈ ചെയ്തത്. f into x ആണ് fx എന്ന് പറയുന്നത്. സിഗ്മ fx ഡിവൈഡ് ബൈ സിഗ്മ f. ദാറ്റ് ഇസ് ദി ഫോർമുല ഫോർ അരിത്തമാറ്റിക് മീൻ. ക്ലിയർ? ഇനി ഇതിൻ്റെ ബേസ് ചെയ്ത് ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കുക. യു ഇമാജിൻ ദാറ്റ് യു ഹാവ് വെയ്ഡ് 30 സീഡ്സ്. ഒരു പ്ലാന്റിൻ്റെ ഒരു സീഡ്സ് 30 സീഡ് വെയിറ്റ് എടുത്തു. അപ്പോൾ ഇങ്ങനെ കുറേ വെയ്റ്റ്സ് കിട്ടി. ഇൻ മില്ലിഗ്രാംസ് ആണ്. 1100 മില്ലിഗ്രാം, 1150 മില്ലിഗ്രാം കൊണ്ട് ഇങ്ങനെ 30 വാല്യൂസ് കിട്ടി, 30 ഒബ്സർവേഷന്. കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് വെയിറ്റ് ഓഫ് സീഡ്സ് ഫ്രം ദി എബൌട്ട് ഡേറ്റ. അപ്പോൾ നമുക്ക് ഒരു രീതിക്ക് ചെയ്യാം. ഇതിനെ ഓരോന്ന് ആഡ് ചെയ്ത് 30 ആഡ് ചെയ്തിട്ട് നമുക്ക് ഡിവൈഡഡ് ബൈ 30 ചെയ്താലും മീൻ കിട്ടും. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1100 എന്ന് പറയുന്നത് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട്. അടുത്ത 1150 നോക്കി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഓരോ വാല്യൂസും പലയിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു എഫിൻ്റെ കാര്യം പറഞ്ഞ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അരിത്തമാറ്റിക് മീൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇങ്ങനെ കിട്ടിയ സാധനത്തിനെ ടാബുലേറ്റ് ചെയ്യണം. പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ പഠിച്ചില്ല. അപ്പോൾ ടാബുലേഷനിൽ ഇങ്ങനെ നമ്മൾ ചെയ്തു. ഒബ്സർവേഷൻ്റെ നമ്പർ വെയിറ്റ്, അപ്പോൾ 1ൻ്റെ 1100, 2ൻ്റെ 1550, അങ്ങനെ എല്ലാം നമ്മൾ വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന രീതിക്ക്. ഇപ്പോൾ ഇവിടെ കാണുന്നതിനെക്കാട്ടി നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ആ ടേബിൾ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ടേബിളാണ് ഉണ്ടാക്കേണ്ടത്. വെയിറ്റ് ഇൻ മില്ലിഗ്രാം. അപ്പം ആദ്യത്തെ വെയിറ്റ് നോക്കുക. 1100 എന്നുള്ള വെയിറ്റ് നമ്മൾ ഇവിടെ എഴുതി. എത്ര ഫ്രീക്വൻസി നിങ്ങളിരുന്ന് എണ്ണണം. 1100 എത്ര പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നു അത് ഈ ഫ്രീക്വൻസി ഇവിടെ എഴുതണം. ഇപ്പോൾ 5 എന്നാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണ് ഈ എഫ് ഇൻറ്റു എക്സ് എന്തുവാ 1100 ഇൻറ്റു 5 അത് കിട്ടുന്ന വാല്യൂ. അങ്ങനെ ഓരോ വെയിറ്റ്സും അതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ എഴുതണം. എഴുതിയിട്ട് ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 കിട്ടും. കാരണം 30 സീഡാണ് ഓൾറെഡി പറയുന്നത്. ഇതിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ fx കിട്ടും. സിഗ്മ fx ഡിവൈഡ് ബൈ സിഗ്മ f വിൽ ഗിവ് യു ദ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയും മതി. So in the last class we had learned measure of central tendency and അതിൻ്റെ കീഴിൽ നമ്മൾ പഠിച്ചത് അരിത്തമാറ്റിക് മീൻ ആയിരുന്നു. ഇന്ന് നമുക്ക് മെഷർ ഓഫ് ഡിസ്പേർഷൻ പഠിക്കാം. ഓക്കെ, മെഷർ ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ ഡിസ്പേർഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. ഇപ്പോൾ ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഗ്രി ടു വിച്ച് വാല്യൂസ് ഓഫ് ദി വേരിയറ്റ് സ്കാറ്റർ അവേ ഫ്രം ദി ആവറേജ് ഓർ ദി സെൻട്രൽ വാല്യൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ 10 പേർക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ 10 പേർക്ക് മാർക്സ് കിട്ടി, ഒരു ടെസ്റ്റ് പേപ്പർ എഴുതി മാർക്സ് കിട്ടി. ഈ മാർക്സിൻ്റെ ഒരു ആവറേജ് ഉണ്ടാവും. അപ്പോൾ ആ ആവറേജിൽ നിന്നും ഈ ഓരോ മാർക്സും എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഡെഫിനേഷൻ ഒന്ന് വായിച്ച് നോക്കിയേ. ഇറ്റ് ഇസ് ദി ഡിഗ്രി ടു വിച്ച് വാല്യൂസ് ഓഫ് ദി വേരിയേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എക്സാമ്പിളിൽ മാർക്കാണ്. സ്കാറ്റർ അവേ ഫ്രം ദി ആവറേജ് ഓർ ദി സെൻട്രൽ വാല്യൂ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ സെൻട്രൽ വാല്യൂ എന്താ? മീൻ ഓഫ് ദി മാർക്സ്. ആ മീനിൽ നിന്നും ഈ ഓരോ വാല്യൂ എന്തുമാത്രം വേരിയേഷൻ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെഷറിനെയാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? സോ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഹെൽപ്സ് us to understand how individual observations are dispersed around the mean of a large series. ഒരു വലിയ സീരീസിൽ മീനിൽ നിന്നും ഓരോ ഒബ്സർവേഷൻ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു അതാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് റേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് റേഞ്ച് പഠിക്കാനില്ല, സിലബസ് അനുസരിച്ച് റേഞ്ച് പഠിക്കാനില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് മാർക്സ് കിട്ടി. ഇതാണ് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്സ് എന്നിരിക്കട്ടെ. 5 പേര് പരീക്ഷ എഴുതി, ഇങ്ങനെയൊക്കെ മാർക്സ് കിട്ടി. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്? 99 ആണ് ഹയസ്റ്റ് മാർക്ക്. ലോവസ്റ്റ് മാർക്ക് എത്രയാണ്? 87. അപ്പോൾ 87 മുതൽ 99 വരെ ഈ മാർക്ക് റേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഹയസ്റ്റ് മാർക്സിൻ്റെയും ലോവസ്റ്റ് മാർക്കിൻ്റെയും ഡിഫറൻസ് എടുത്താൽ മതി. ദാറ്റ് വിൽ ഗീവ് യു ദ റേഞ്ച്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്നറിയാമോ? അപ്പോൾ ഈ മാർക്സ് ഒക്കെ ഏകദേശം അടുപ്പിച്ചൊക്കെയാണ്. വലിയ 12 ഉണ്ട് ഡിഫറൻസ്, എന്നാലും ഭയങ്കര ഡിഫറൻസ് അല്ല. യു ഇമാജിൻ ഫ്യൂ മാർക്സ് ആർ 45, 55. ഇപ്പോൾ ഇതിൽ 2 കുട്ടികളും കൂടെ പരീക്ഷ എഴുതി, അവർക്ക് 45, 55 ആണ് മാർക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ ഹയസ്റ്റ് മാർക്ക്
99ഉം ലോവസ്റ്റ് മാർക്ക് 45. അപ്പോൾ ഈ 99 - 45 ആയിരിക്കും അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാക്കി മാർക്സിനെ ഇറ്റ് ഇസ് നോട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ ആ ഹയസ്റ്റ് മാർക്കും ലോവസ്റ്റ് മാർക്കും മാത്രമേ ഇസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ റേഞ്ച്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഡീമെറിറ്റ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് പറയാം, ഇപ്പോൾ ഇവിടുത്തെ പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ 87 മുതൽ 99 വരെ റേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മീൻ ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് രണ്ടാമത് വരാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് എക്സാമ്പിൾ നോക്കാം. യു ഇമാജിൻ ദിസ് ഇസ് ദി വാല്യൂ. ഒരു മെയ്സ് പ്ലാന്റിൻ്റെ ഒരു സ്റ്റഡി നടത്തി. അതിൻ്റെ കുറേ വാല്യൂസ് ആണ്, X1, X2, X3 അങ്ങനെ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടി. അപ്പോൾ 58 എന്നുള്ളത്, യു ഇമാജിൻ 58 ഗ്രാം ഓഫ് സീഡാണെന്ന് കരുതുക. എന്തെങ്കിലും കരുതുക, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് മെയ്സ് പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക, 58 സെൻറ്റിമീറ്റർ. അപ്പോൾ 58 സെൻറ്റിമീറ്ററുള്ള 5 പ്ലാന്റ് ഉണ്ട്. 54 സെൻറ്റിമീറ്ററുള്ള 52 പ്ലാന്റ് ഉണ്ട്. 50 സെൻറ്റിമീറ്ററുള്ള 32 പ്ലാന്റ് ഉണ്ട്. അതിനാണുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്. number of plants with this value is frequency. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ തന്നാൽ നമുക്ക് ടോട്ടൽ n കിട്ടും അല്ലേ. ഇതൊരു മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രീക്വൻസി എന്താണ്. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പം ഇങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടാബുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് യു ആർ റൈറ്റിംഗ് ദ വാല്യൂസ്, ദെൻ യു ആർ ഗിവിംഗ് ദ ഫ്രീക്വൻസി. ഇനി യു ആർ മൾട്ടിപ്ലൈങ് ദ ഫ്രീക്വൻസി ആൻഡ് ദി വാല്യൂ. അപ്പോൾ ഈ ഫ്രീക്വൻസിയും വാല്യൂയും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ വാല്യൂസ് ആണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സിഗ്മ എഫക്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ടോട്ടൽ കിട്ടും. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ n കിട്ടും. ആൻഡ് ദിസ് ഡിവൈഡഡ് ബൈ ദിസ് വിൽ ഗിവ് യു ദ മീൻ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മീൻ വാല്യൂ കിട്ടി. അപ്പോൾ മീൻ വാല്യൂ എത്രയാണ്? 52.75 സെൻറ്റിമീറ്റർ ആണ് മീൻ വാല്യൂ. ഈ ഓരോ വാല്യൂസും ഈ മീൻ വാല്യൂവിൽ നിന്നും എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് 58 - 52.75 5.25 അങ്ങനെ ഓരോ വാല്യൂസും ഈ മീൻ വാല്യൂവിൽ നിന്നും എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെ 52 - 52.75 മൈനസ് വാല്യൂ. പക്ഷെ നമുക്ക് മൈനസ് വാല്യൂ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഡീവിയേഷൻ ആണ് ഇത് നോക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് എത്രയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആ വാല്യൂസ് എല്ലാം നമുക്കിവിടെ കിട്ടി. And that is called the deviation, that is denoted by D. In F into D, that is this frequency into D is calculated and sigma FD is calculated. അപ്പോൾ നമ്മുടെ mean deviation എന്ന് പറയുന്നത് which is represented as sigma. ഈ സിഗ്മ അല്ല, ഈ സിഗ്മ എന്ന് ഓർത്തോണം. ഇത് തന്നെ സമ്മേഷൻ്റെ സിഗ്മയാണ്. അപ്പോൾ this sigma, that is mean deviation, is equal to sigma FD divided by n. That will give you the mean deviation. ഇനി നമുക്ക് ആ കാൽക്കുലേഷൻ ഇത് ഡെഫിനിഷനിലേക്ക് പോകാം. സോ അരിത്മാറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻ ഓഫ് വേരിയസ് ഐറ്റം ഫ്രം ദി മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിനെയാണ് സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മ ഡി ബൈ എൻ. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി മെഷർ ഓഫ് ഡിസ്പെർഷൻ ബൈ മീൻസ് ഓഫ് മീൻ ഡീവിയേഷൻ. ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ആ ഡെഫിനിഷൻ നിങ്ങൾ ഇത് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകൂടെ ആ തിയററ്റിക്കൽ പാർട്ട് നോക്കാം. നമുക്ക് ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം വാല്യൂസിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക. ഓരോ വാല്യൂ ആ മീൻ വാല്യൂയിൽ നിന്നും എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട് അതിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. n എന്നാണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സോ മീൻ ഡീവിയേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഓക്കെ, where sigma f is the sum of frequency അല്ലെങ്കിൽ total number of observations and sigma fd is multiplication of frequency with each class deviation. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയാൽ നിങ്ങൾക്ക്? അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് ഈ മീൻ ഡീവിയേഷൻ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത് മീൻ ഡീവിയേഷൻ എന്താണെന്നുള്ളത് ഏകദേശം പിടികിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് അടുത്ത സംഗതി പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിലബസിൽ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നില്ലെങ്കിലും മീൻ ഡീവിയേഷൻ അറിഞ്ഞാലേ നമുക്ക് അടുത്ത ഡീവിയേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മീൻ ഡീവിയേഷൻ പറയുന്നത്. ഇപ്പോൾ മീൻ ഡീവിയേഷന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ശരിക്കും സിലബസിൽ പറയുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മനസ്സിലാക്കണേ മീൻ ഡീവിയേഷൻ മനസ്സിലാവണം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിനിഷനിലേക്ക് നമുക്ക് രണ്ടാമത് വരാം, കാരണം ഇതിപ്പോൾ പെട്ടെന്ന് വായിച്ചാൽ യു വിൽ ബി കൺഫ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം. So you imagine that you carried out an experiment and these are the observations x1 x2 അങ്ങനെ xn വരെ ഒബ്സർവേഷൻസ് കിട്ടി. അപ്പോൾ അരിത്മാറ്റിക് മീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം x bar is equal to sum of these values divided by n ആണ് മീൻ എന്ന് നമുക്കറിയാം, മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യു ആർ ടേക്കിംഗ് ദ മീൻ വാല്യൂ x bar കിട്ടി. ഈ ഓരോ വാല്യൂവും ഈ മീനിൽ നിന്നും എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു അതാണ് ഡീവിയേഷൻ. അപ്പോൾ അതാണ് ഈ ഡീവിയേഷൻ x1 മൈനസ് x bar. ആ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തു. ഓക്കെ, അങ്ങനെ ഓരോ വാല്യൂവിൻ്റെയും ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി
സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വാല്യൂ. ക്ലിയർ? അപ്പോൾ ഈ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓരോ വാല്യൂവും മീനിൽ നിന്നും എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു ആ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്ത് അതിൻ്റെ ടോട്ടൽ എടുത്ത് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് വാല്യൂ കിട്ടുന്നോ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻസ്. സ്ക്വയർഡ് ഡീവിയേഷൻ വെച്ചാൽ x1 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇസ് ദ സ്ക്വയർഡ് ഡീവിയേഷൻ. അപ്പം ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻസ് ഓഫ് ദി ഒബ്സർവേഷൻ ഫ്രം ദി അരിത്തമാറ്റിക് മീൻ. അപ്പോൾ അരിത്തമാറ്റിക് മീനിൽ നിന്നും ഓരോ ഒബ്സർവേഷൻ്റെ ഡീവിയേഷൻ്റെ സ്ക്വയർ അതിൻ്റെ ആവറേജ് അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്നുകൂടെ വായിച്ചാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. ഇനി സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു, നമുക്ക് വേറെ രീതിക്കും പറയാം, സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ഫ്രം ദി അരിത്തമാറ്റിക് മീൻ. എന്ന് വെച്ചാൽ ഓരോ ഇതിൻ്റെ ഈ ഡെഫിനേഷനാണ് രണ്ടാമത് പറഞ്ഞേക്കുന്നത്. ഈ രണ്ടാമത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഈ ഡെഫിനേഷനാണ്. അപ്പോൾ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താ? ഓരോ ഒബ്സർവേഷൻ്റെ ഡീവിയേഷൻ്റെ സ്ക്വയറിൻ്റെ ആവറേജ് ആണ് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ ആണ്, എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ഡി എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ. അപ്പോൾ x1 മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് D1 ആണ് ആക്ച്വലി. ക്ലിയർ? ഇനി ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, സി യു ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദി മീൻ വാല്യൂ S/n. എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അല്ലേ, 80/10 8 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ആ ഓരോ ഒബ്സർവേഷൻ മീനിൽ നിന്നും എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഡീവിയേഷനാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ആ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 240 ആണ്. ഓക്കെ, സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 240, അതായത് മേലത്തെ സംഗതി കിട്ടി. ഇനി സിഗ്മ ഡി സ്ക്വയർ എസ് ഡി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ആണ്. അപ്പോൾ 240 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ എൻ എന്ന് പറയുന്നത് 8 ആണ്. സോറി 8 അല്ല 10. എൻ എന്ന് പറയുന്നത് 10 ആണ്. സമ്മേഷനാണ്, എക്സ് ബാർ ആണ് 8. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ 10. 240/10 യു ഗെറ്റ് 24. അപ്പോൾ എസ് ഡി സ്ക്വയർ ഇസ് 24 എന്ന് വെച്ചാൽ എസ് ഡി എന്തുവാ? റൂട്ട് ഓഫ് 24. ഒരു എക്സാമ്പിൾ തന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി. അപ്പം യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് പ്രീവിയസ്ലി ഡിസ്കസ്ഡ് മീൻ ഡീവിയേഷൻ. അപ്പോൾ മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇപ്പോൾ 2-3 തവണ നിങ്ങളിത് നോക്കി മനസ്സിലാക്കുക. ക്ലിയർ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കൂടുതലും നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡറിങ് ഓൾ ദി ഒബ്സർവേഷൻ. അപ്പോൾ കുറച്ചുകൂടി അക്യൂറസി, ആ ഡീവിയേഷൻ്റെ അക്യൂറസി കുറച്ചുകൂടെ കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. പിന്നെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് കുറച്ച് കാൽക്കുലേഷൻ ലെങ്തിയാണ്, പെട്ടെന്ന് നമുക്ക് പിടികിട്ടത്തില്ല. അതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ശരിക്കും അങ്ങോട്ട് പിടികിട്ടാൻ കുറച്ച് ടൈം എടുക്കും എന്നല്ലാതെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ബെറ്റർ. ഓക്കെ, ഇനി വേരിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വേരിയൻസ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ഇത് കൊടുത്തില്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ, ഇതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ആ വാക്ക് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ദിസ് എസ് ഡി സ്ക്വയർ ഇസ് ദ വേരിയൻസ്. ക്ലിയർ? സോ വേരിയൻസ് ഇസ് അരിത്തമാറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദി മീൻ വാല്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം, വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ? So s square is equal to sigma x minus x bar the whole square by n. That is sigma d square by n. ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ you will get the standard deviation. Clear? കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ s square is variance. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ. ഇനിയൊരു സംഗതിയുണ്ട് വിച്ച് ഇസ് കോൾഡ് ദി സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ അഥവാ SEM. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ ഒന്നിൽ കൂടുതൽ സാമ്പിൾസ് എടുത്തെന്നിരിക്കട്ടെ. ഒന്നിൽ കൂടുതൽ സാമ്പിൾ എടുത്തു. അപ്പോൾ ഓരോ സാമ്പിളിൽ 10 വാല്യൂസ് വെച്ച് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് 7 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ 10 വാല്യൂസ് വെച്ച് എടുത്തു. അപ്പം ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു സാമ്പിളാണ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ സാമ്പിളാണ്, ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് വേറെ സാമ്പിളാണ്. ഇങ്ങനെ പല സാമ്പിൾസിൽ നമ്മളൊരു എക്സാമ്പിൾ 12th മാർക്സ് ആണ് എടുക്കുന്നതെന്ന് കരുതുക. ഈ ഓരോ സാമ്പിളിനും ഒരു മീൻ കാണും, ശരിയല്ലേ? ഓരോ സാമ്പിളിനും ഒരു മീൻ വാല്യൂ കാണും. ഇനി ആ സാമ്പിളുകളുടെ മീൻ ഉണ്ടല്ലോ, ഓരോ മീൻസ്. ഇപ്പോൾ സാമ്പിൾ 1ൻ്റെ മീനിനെ നമുക്ക് മീൻ 1 എന്ന് കൊടുക്കാം, സാമ്പിൾ 2ൻ്റെ മീൻ 2 എന്ന് കൊടുക്കാം. അങ്ങനെ മീൻ 7 ഡിപ്പാർട്ട്മെൻറ്റ് 7 മീൻസ് കിട്ടി. ഈ മീൻസിൻ്റെ ഒരു മീൻ വാല്യൂ കാണും, എല്ലാ മീനിൻ്റെയും ഒരു മീൻ വാല്യൂ കാണും. ആ മീൻ വാല്യൂവിൽ നിന്നും ഓരോ ഒബ്സർവേഷൻ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു
അതിനെയാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടതിന് ശേഷം നിങ്ങളിതൊന്ന് വായിച്ച് ഇത് ക്ലിയർ ആവും. സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടെ നമുക്ക് ആ വാല്യൂസിൻ്റെ ഡീവിയേഷൻ മനസ്സിലാക്കാനുള്ളൊരു സംഗതിയാണ് ഈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ. അത് നമുക്ക് ആവശ്യം വരും. അടുത്ത ഇതിൻ്റെ ടെസ്റ്റിംഗ് ഓഫ് സിഗ്നിഫിക്കൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ വേണ്ടി വരും. പിന്നെ നിങ്ങൾ വായിച്ച് നോക്കുക. വെൻ മോർ ദാൻ വൺ സാമ്പിൾ ഈസ് ഡ്രോൺ ഫ്രം ദ സെയിം പോപ്പുലേഷൻ ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫോർ ഈച്ച് മീൻ വുഡ് ഡിഫർ സ്ലൈറ്റ്ലി. അപ്പോൾ ഓരോ സാമ്പിളിൻ്റെ standard deviation for each mean will be different. The standard error of mean is the standard deviation of those sample means over all possible samples drawn from the population. എന്നുവെച്ചാൽ ആ മീനുകളുടെ മീനിൽ നിന്നും ഓരോ ഒബ്സർവേഷൻ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ √n ആണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീനിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. നമുക്ക് ആവശ്യം വരും. അടുത്ത ടെസ്റ്റിംഗ് ഓഫ് സിഗ്നിഫിക്കൻസ് വരുമ്പോൾ നമുക്ക് ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ √n. SD is the standard deviation, N is the total number of observation. ഇവിടെ ഇപ്പോൾ ഒരു വളരെ സിമ്പിളായ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നേരിട്ട് SD-യുടെ വാല്യൂയും തന്നിട്ടുണ്ട്, N-ൻ്റെ വാല്യൂയും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 മാർക്കിന് അങ്ങനെ ചോദിച്ചാലായി. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയയിലേക്ക് നമ്മൾ പോകും, ടെസ്റ്റിംഗ് ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചോദിക്കുക. ഓക്കെ.